ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ആർക്കും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു ചെറിയ ദ്വീപുണ്ട്. വെറും 300 പേർ മാത്രം താമസിച്ചിരുന്ന, തെങ്ങുകളും മണൽപ്പരപ്പും മാത്രമുണ്ടായിരുന്ന ഒരിടം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തിലെ വലിയ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം ഈ ചെറിയ ദ്വീപിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലളിതമാണ്. 2014 ഇവിടെ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ 3 കിലോമീറ്റർ നീളമുള്ള പടുകൂറ്റൻ റൺവേയും കടലിലേക്ക് നീണ്ടുകിടക്കുന്ന വലിയ ജെട്ടികളും ഉയർന്നു കഴിഞ്ഞു. സാധാരണ ടൂറിസ്റ്റുകൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ഇന്ത്യ ഏകദേശം $250 മില്യൺ, അതായത് ഏകദേശം 2000 കോടി രൂപ ചെലവാക്കി ഈ കൊച്ചു ദ്വീപിൽ എന്താണ് നിർമ്മിക്കുന്നത്? ഇത് വെറും ഒരു വികസന പദ്ധതിയാണോ, അതോ ചൈനയെ തളയ്ക്കാനുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രമോ? നമുക്ക് പരിശോധിക്കാം. കടൽക്കാറ്റിൻ്റെ ശബ്ദത്തിനു മീതെ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ P-8I പോസിഡൺ വിമാനങ്ങളുടെ ഗർജനമാണ് കേൾക്കുന്നത്. പ്രതിരോധ വിദഗ്ധർ ഇതിനെ ഇന്ത്യയുടെ മുങ്ങാത്ത വിമാനവാഹിനി കപ്പൽ എന്നാണ് വിളിക്കുന്നത്. സ്വന്തം തീരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ കൊച്ചു ദ്വീപിൽ ഇന്ത്യ എന്തിനാണ് $250 മില്യൺ ചെലവാക്കുന്നത്? ഇതൊരു വെറും അടിസ്ഥാന സൗകര്യ വികസനം മാത്രമാണോ, അതോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കമാണോ ഇന്ത്യ നടത്തിയത്? ഇന്ന് നമ്മൾ അഖിലേഖയിലെ ആ രഹസ്യ താവളത്തിലേക്ക് പോവുകയാണ്. അഖിലേഖയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സ്ഥാനം അറിയണം. മൗറീഷ്യസിൻ്റെ ഭാഗമായ ഈ ദ്വീപുകൾ പ്രധാന ദ്വീപിൽ നിന്ന് 1100 കിലോമീറ്റർ വടക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളോളം ഈ സ്ഥലം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടായിരുന്നു. അഗലീൻസ് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ 300 നിവാസികൾ മീൻപിടുത്തവും കൃഷിയും ചെയ്താണ് ജീവിച്ചിരുന്നത്. 3 മാസത്തിലൊരിക്കൽ വരുന്ന MV ട്രൊക്കേഷ്യ എന്ന കപ്പലായിരുന്നു ഇവരുടെ ഏക ആശ്രയം. ഈ ദ്വീപിന് ഇരുണ്ട ഒരു ചരിത്രവുമുണ്ട്. ഇവിടുത്തെ പ്രധാന നഗരത്തിൻ്റെ പേര് വിങ്ഡ് ക്ലിംഗ് എന്നാണ്. ഫ്രഞ്ച് ഭാഷയിൽ ഇതിനർത്ഥം 25 എന്നാണ്. പണ്ട് തോട്ടങ്ങളിൽ അടിമപ്പണി ചെയ്തിരുന്നവർക്ക് ശിക്ഷയായി നൽകിയിരുന്ന 25 ചാട്ടയടികളാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. പക്ഷേ ഇന്ത്യ എന്തിനാണ് ഈ കൊച്ചു ദ്വീപിനെ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? മൗറീഷ്യസിനെ പലപ്പോഴും മിനി ഇന്ത്യ എന്ന് വിളിക്കാറുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയുടെ 70% ഇന്ത്യൻ വംശജരാണ്. ഡൽഹിയും പോർട്ട് ലൂയിസും തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദമല്ല, അത് വളരെ ആഴത്തിലുള്ളതാണ്. മൗറീഷ്യസിൻ്റെ പ്രധാന പ്രതിരോധ പങ്കാളിയാണ് ഇന്ത്യ. സത്യത്തിൽ മൗറീഷ്യസിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഒരു മുൻ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനാണ്. അവരുടെ കോസ്റ്റ് ഗാർഡ് തലവൻ ഒരു ഇന്ത്യൻ നേവി ഓഫീസറാണ്. ഈ വിശ്വാസത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1983 മൗറീഷ്യസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം തടയാൻ ഇന്ത്യ ഓപ്പറേഷൻ ലാൽഡോറ എന്ന പേരിൽ ഒരു രഹസ്യ നീക്കം വരെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസ് സന്ദർശിച്ചപ്പോൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ലക്ഷ്യം അഖിലേഖയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇതൊരു സാധാരണ വികസനമല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ. 2014 അഖിലേഖയിൽ വെറും 800 മീറ്റർ നീളമുള്ള ഒരു ചെറിയ ലാൻഡിംഗ് സ്ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2021 ആയപ്പോഴേക്കും ഇന്ത്യ അവിടെ 3000 മീറ്റർ നീളമുള്ള സൈനിക നിലവാരത്തിലുള്ള ഒരു റൺവേ നിർമ്മിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമായ എയർബസ് A380 പോലും ഇവിടെ ഇറങ്ങാൻ സാധിക്കും. എന്നാൽ അതിലും പ്രധാനമായി ഇന്ത്യൻ സേനയുടെ ഭീമൻ വിമാനങ്ങളായ ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്ററിനും P-8I പോസിഡണിനും ഇവിടെ സുഗമമായി ലാൻഡ് ചെയ്യാൻ കഴിയും. വെറുമൊരു വിമാനമല്ല P-8I, ഇതൊരു സബ്മറൈൻ ഹണ്ടറാണ്. കടലിൻ്റെ ആഴങ്ങളിലെ ഭീഷണികളെ കണ്ടെത്താനും നശിപ്പിക്കാനും ശേഷിയുള്ള അത്യാധുനിക സെൻസറുകളും റഡാറുകളും മിസൈലുകളും ഇതിലുണ്ട്. അടുത്തത് ഇവിടുത്തെ തുറമുഖമാണ്. പണ്ട് ആഴം കുറവായതിനാൽ കപ്പലുകൾക്ക് തീരത്തിന് 500 മീറ്റർ അകലെ മാത്രമേ നങ്കൂരമിടാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇന്ത്യ അവിടെ സെൻറ്റ് ജെയിംസ് എന്ന പേരിൽ ജെട്ടി നിർമ്മിച്ചു. ഈ ആഴക്കടൽ തുറമുഖത്ത് ഇന്ത്യൻ നേവിയുടെ വലിയ യുദ്ധക്കപ്പലുകൾക്കും സബ്മറൈനുകൾക്കും വരെ അടുക്കാൻ സാധിക്കും. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമായാണ് നടന്നത്. ഇതൊരു സൈനിക താവളമാണെന്ന് മൗറീഷ്യസ് സർക്കാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പ്രാദേശിക വികസനത്തിനും കടൽ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പദ്ധതി എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ചില ചാരസംഘടനകൾ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊന്നാണ് കണ്ടെത്തിയത്. വിശാഖപട്ടണത്തെ ഇന്ത്യൻ നേവി ആസ്ഥാനത്ത് നിന്ന് നിർമ്മാണ സാമഗ്രികളുമായി 1 ഡസനിലധികം കപ്പലുകൾ നേരിട്ട് അഖിലേഖയിലേക്ക് പോയതായി അവർ കണ്ടെത്തി. ഇന്ത്യ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്?
എന്തിനാണ് ഇത്രയും രഹസ്യാത്മകത? ഇതിനുള്ള ഉത്തരം 2 വാക്കുകളിലുണ്ട്: സ്ട്രിങ് ഓഫ് പേൾസ്, മുത്തുമാല തന്ത്രം. വർഷങ്ങളായി ചൈന ഇന്ത്യയെ വളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഗ്വാദർ, ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട, ആഫ്രിക്കയിലെ ജിബൂട്ടി എന്നിവിടങ്ങളിൽ അവർ തന്ത്രപരമായ സൈനിക താവളങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ തയ്യാറാക്കിയ പദ്ധതിയാണ് നെക്ലേസ് ഓഫ് ഡയമണ്ട്സ് അഥവാ വൈരമാല തന്ത്രം. ഒമാനിലെ ദൂഖം, ഇന്തോനേഷ്യയിലെ സബാങ്, സിംഗപ്പൂരിലെ ചാങ്കി തുടങ്ങിയ ഇടങ്ങളിൽ ഇന്ത്യ സുരക്ഷാ പങ്കാളിത്തം ഉണ്ടാക്കിയെടുത്തു. ഈ മാലയിലെ ഏറ്റവും തിളക്കമുള്ള വൈരക്കല്ലാണ് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഈ അകലേഖ. ഈ ബേസ് വരുന്നതിന് മുൻപ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം ഇന്ത്യൻ നേവിക്ക് ഒരു വലിയ ബ്ലൈൻഡ് സ്പോട്ടായിരുന്നു. ഇന്ധനം നിറയ്ക്കാനും നിരീക്ഷിക്കാനുമായി ഫ്രഞ്ച് അല്ലെങ്കിൽ അമേരിക്കൻ താവളങ്ങളെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. ഇന്ന് അകലേഖയിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതയായ മൊസാംബിക് ചാനലിൻ്റെ കവാടത്തിൽ കാവൽ നിൽക്കുകയാണ്. ഏഷ്യയെയും ആഫ്രിക്കയെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാത വഴിയാണ് ചൈനയുടെ ഭൂരിഭാഗം ഊർജ്ജ ഇറക്കുമതിയും നടക്കുന്നത്. അകലേഖയിൽ ഇരുന്നുകൊണ്ട് ചൈനയുടെ ഓരോ യുദ്ധക്കപ്പലിനെയും ടാങ്കറുകളെയും തത്സമയം നിരീക്ഷിക്കാൻ ഇനി ഇന്ത്യക്ക് സാധിക്കും. ഇവിടെ ഇന്ത്യയുടെ സമീപനം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യത്യസ്തമാണെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. ഇന്ത്യയുടെ നയം സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നതാണ്. ഇന്ത്യ ഈ ദ്വീപ് പിടിച്ചെടുക്കുകയല്ല, മറിച്ച് മൗറീഷ്യസിൻ്റെ പരമാധികാരത്തിന് കീഴിലുള്ള ഒരു സോഫ്റ്റ് ബേസ് മാത്രമാണ് ഇവിടെ ഇന്ത്യ നിർമ്മിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ മഹാസമുദ്രം ഇനി വെറും ഒരു വ്യാപാര പാതയല്ല, അത് വൻ ശക്തികൾ തമ്മിലുള്ള മത്സരവേദിയാണ്. അഖിലേഖയിലൂടെ ഇന്ത്യ ലോകത്തിന്, പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകിക്കഴിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ മുറ്റമാണ്. ഇന്ത്യ ഇപ്പോൾ പ്രതിരോധത്തിൽ മാത്രമല്ല, തങ്ങളുടെ കരുത്ത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. അഖിലേഖ ഭൂപടത്തിലെ ഒരു ചെറിയ കുത്തു മാത്രമായിരിക്കാം, പക്ഷേ 21-ാം നൂറ്റാണ്ടിലെ വൻ ശക്തി പോരാട്ടത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണിത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഇത്തരം രഹസ്യ താവളങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.